വഖഫ് ബില്ല് നമ്മുടെ രാജ്യത്ത് പാസ്സായ ശേഷം ഏറെ ചർച്ചകൾക്കും ഈ ബില്ല് വഴിവെച്ചിരിക്കുകയാണ്. അതിൽ ഏറ്റവും വലിയ ചർച്ച എന്ന് പറയുന്നത് ബീഹാറിൽ വഖഫ് ബില്ല് വന്നതോടുകൂടി മുസ്ലിങ്ങൾ ഇടയുമോ, അത് നിതീഷ് കുമാറിന് വലിയ ക്ഷീണം സംഭവിക്കുമോ, രണ്ടാമത്തെ കാര്യം ബിജെപിക്ക് ബീഹാറിൽ അധികാരം നിലനിർത്താൻ സാധിക്കുമോ, അതായത് NDAക്ക് ബീഹാറിൽ അധികാരം നിലനിർത്താൻ സാധിക്കുമോ എന്നുള്ളതാണ്. എന്നാൽ ഇപ്പോൾ വരുന്ന ഏറ്റവും പുതിയ സർവേ പ്രകാരം, ഇത് ഇന്ത്യ ടുഡേ സി വോട്ടർ ഒപ്പീനിയൻ പോളാണ്. ഈ സർവേ പ്രകാരം നമ്മുടെ രാജ്യത്ത് എത്ര ആൾക്കാർ ഈ വഖഫ് ബില്ലിനെ പിന്തുണയ്ക്കുന്നുണ്ട് എന്നാണ് കൃത്യമായി അവർ പറഞ്ഞിരിക്കുന്നത്. അവർ നടത്തിയ സർവേ പ്രകാരം 51% ആൾക്കാർ നമ്മുടെ രാജ്യത്ത് വഖഫ് ഭേദഗതി നിയമത്തെ പിന്തുണയ്ക്കുന്നുണ്ട് എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മോദിയുടെ മാസ്റ്റർ സ്ട്രോക്കാണ് വഖഫ് ബില്ല് എന്നാണ് ഈ ആൾക്കാരെല്ലാം പറയുന്നത്. അതായത് നമ്മുടെ രാജ്യത്തെ പകുതിയിലധികം ആൾക്കാർ ഈ വഖഫ് ബില്ലിനെ പിന്തുണയ്ക്കുന്നുണ്ട് എന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. 31% ആൾക്കാർ മാത്രമാണ് ഈ വഖഫ് ബില്ല് ശരിയല്ല എന്ന് അഭിപ്രായപ്പെട്ടിരിക്കുന്നത് ഇന്ത്യ ടുഡേ സി വോട്ടർ ഒപ്പീനിയൻ പോൾ പ്രകാരം. ബാക്കിയുള്ള ആൾക്കാർ ഇതിൽ അഭിപ്രായമൊന്നും തന്നെ ഇല്ല എന്ന് പറഞ്ഞിരിക്കുന്ന ആൾക്കാരാണ്. ഇനി ഈ ബീഹാറിൽ ഇത് ഒരു പോളറൈസേഷന് കാരണമാകുമോ എന്നുള്ളൊരു ചോദ്യമുണ്ട്. യശ്വന്ത് ദേശ്മുഖ് പറയുന്നത് അവിടെ പോളറൈസേഷന് കാരണമാകും എന്ന് തന്നെയാണ്. എന്നിരുന്നാലും 41% ആൾക്കാർ പറയുന്നത് ബീഹാറിൽ BJPക്ക് വഖഫ് ബില്ല് കൊണ്ട് നേട്ടം മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്നുള്ളതാണ്. 16% ആൾക്കാർ മാത്രമാണ് കോൺഗ്രസിന് ഈ വഖഫ് ബില്ല് കൊണ്ട് നേട്ടമുണ്ടാകും എന്ന് പറയുന്നത്. 41% ആൾക്കാർ BJP ബീഹാറിൽ തിരിച്ചു വരും അല്ലെങ്കിൽ വരണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർ തന്നെയാണ് എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒപ്പീനിയൻ പോളിൽ നിന്നും മനസ്സിലാക്കാനും സാധിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.